ഹലോ ഗൈസ്, മെട്രോന്ന് പരിചയപ്പെട്ട ഈ പിടുങ്ങൊക്കെ ടാറ്റ എടുത്തുകൊണ്ട് നേരെ റൂമിൽ പോയി ഡ്രസ്സൊക്കെ മാറ്റിയാണ്ട് നാട്ടിലേക്ക് പോകാനുള്ള നിസാമുദ്ദീൻ എക്സ്പ്രസ് ആദ്യം അവിടെ നിർത്തിയിട്ടുണ്ട്. ഞാൻ നേരെ ജനറലിൽ പോയിരുന്നിട്ടാ. ജനറലിൽ എത്തിയ അപ്പം തന്നെ ഞാൻ എൻ്റെ തുണി കൊണ്ട് ഒരു ലൈറ്റ് മറിച്ചിട്ടാ. മറ്റേ ലൈറ്റ് മറിക്കാൻ വേണ്ടി തുണി ഇല്ലാത്തതുകൊണ്ട് ഞാൻ എടുത്തുള്ള ബംഗാളിൻ്റെ തുണി ഊരിയാണ്ട് മറിച്ചിട്ടാ. ഇവിടെ സീറ്റ് ഫുള്ള് ഒഴിവാട്ട്. എന്നിട്ട് ഇയാൾ ഉറങ്ങണ നോക്കിയാണ് ഒരു കൈ രണ്ട് ചാണം അപ്പുറത്തും മറ്റേ കൈ വേറൊരു സ്ഥലത്തും വെച്ചാണ്ട്. ഇടത്തെ കൈ അങ്ങനെ വെക്കാൻ കാരണം എന്താ വെച്ചാല് ട്രെയിനാണ്, ഫോണൊക്കെ ഓരോരുത്തർ കൊത്തി പഠിച്ച് പായണ മാതിരി അതൊക്കെ കൊണ്ടുപോയിട്ടുണ്ട്. ഈ പെരെ ചെല്ലുമ്പോൾ പെണ്ണുങ്ങളോട് പിന്നെ ആര് സമാധാനം പറയും? മരിക്കണേന്റെ മുമ്പ് വായിച്ചിരിക്കേണ്ട 100 പുസ്തകത്തിൽ ഒന്നാണെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ആ സ്ഥാനീന എന്ന പുസ്തകം വായിക്കാൻ വിചാരിച്ചിട്ടാ. പക്ഷെ അതിന്റെ പേജോ ചട്ട എന്തെങ്കിലും ചുളിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ കൈ കൊണ്ട് തന്നെ മരിക്കുന്നു അവള് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ അതിനൊരു പ്രസവിച്ച കുട്ടീനെ എടുക്കണ മാതിരിയായിട്ട് അതിനെ നോക്കിനി. ഇടക്ക് അറിയാതെ ഉമ്മയും കൊടുക്കും, പ്രസവിച്ച കുട്ടിയാണ് വിചാരിച്ചാണ്. സാധാരണ ട്രെയിനൊക്കെ ആണെങ്കിൽ ഡൽഹിയിൽ നിന്ന് കേരളത്തിലേക്ക് 2 ദിവസം കിട്ടാം, ഇതാകെ 1.5 ദിവസമുള്ളൂ. അതുകൊണ്ട് ഞാൻ കുറച്ച് പഴവും കുറച്ച് മുന്തിരിയൊക്കെ എടുത്ത് പിന്നെ ഇടയ്ക്ക് ഓരോരുത്തരെ പാക്കറ്റ് എന്ന് പറയുമ്പോൾ ഒരു പാക്കറ്റ് വാങ്ങും. പാവല്ലേ. ഞാൻ എപ്പോൾ ജനറലിൽ കയറിയാലും എനിക്ക് ഉറക്കം വന്ന അപ്പം ഞാൻ തൊട്ടിലെട്ടി ഉറങ്ങലാട്ടാ. ഇന്നും സാധാരണ കെട്ടണ മാതിരിട്ടാ കെട്ടിയത്. പക്ഷെ ആ പുതപ്പിന് ഉറപ്പില്ല ഒന്നുണ്ടോ, നടുകൊണ്ട് കീറിയാണ്ട് ഞാൻ അടിയുള്ള ആ മൊട്ടന്റെ തലമക്കാണ്ട് വീണ്. അയാളും കണ്ട് തേറി പറഞ്ഞിട്ട് മോനെ ചെവി ഒന്നായിട്ട് പീന്ന് പറഞ്ഞു. പക്ഷെ അടിയുള്ള ആളെ തല മൊട്ടായണ്ടേ എനിക്ക് എന്തോ ഒരു ബീച്ചിക്കൊക്കെ വീണ ഫീൽ ചെയ്യുന്നുട്ടോ. ഒന്നും പറ്റിയിട്ടൊന്നുമില്ല. പറ്റാളൊക്കെ അയാൾക്കാണ് പറ്റിയത്, അതുകൊണ്ടാണ് എനിക്കൊന്നും പറ്റാത്തത്. അയാൾ എന്നിട്ട് എന്നോട് തെറ്റിയാണ്ട് അടുത്ത ബോഗി പോയിരുന്നടോ. എനിക്കാകെ ടെൻഷനായി. പിന്നെ ഞാൻ ഉറക്കം എങ്ങനെ ആക്കിട്ടാ. പക്ഷെ തൊട്ടിൽ കിടക്കണ ആ ഫീൽ ഇട്ടില്ലട്ടാ. തൊട്ടിലൊക്കെ കിടന്നുണ്ടെങ്കിൽ 24 മണിക്കൂറാണ് കിടന്ന് ഉറങ്ങിപ്പോകും. കാരണം ട്രെയിൻ ഇടക്കിടക്ക് ഇങ്ങനെ ബ്രേക്ക് കുടിക്കണോണ്ടേ നമ്മൾ ആട്ടി തരേണ്ട ആവശ്യമില്ല. ഇങ്ങനെ സ്വന്തമായിട്ട് ഓട്ടോമാറ്റിക്കലായിട്ട് ആടും ചെയ്യും. സ്റ്റെപ്പ് മേലെ ഇരിക്കണ ആ ചെങ്ങായി പാറിപ്പോയാൽ നല്ല രസം ഉണ്ടാവില്ല എന്ന് ഇങ്ങനെ ആലോചിക്കുമ്പോഴാണ് ഞങ്ങളെ ബോഗിക്ക് TTR വരുന്നത്. ഞാനാണെങ്കിൽ ടിക്കറ്റ് എടുത്തില്ല. കാരണം എന്താ വെച്ചാൽ ടിക്കറ്റ് എടുത്തിട്ട് TTR വന്നില്ലെങ്കിൽ ആ സങ്കടം തീർത്താ തീരൂല. അപ്പോഴാണ് ഈ പല്ലേക്കണ ചെങ്ങായി ഓന്റെ ടിക്കറ്റ് എനിക്കാണ് തന്നത്. കാരണം അവനോട് TTR ടിക്കറ്റ് ചോദിച്ചില്ലായിരുന്നു. ഗുജറാത്തിലെ വടോടട്ടുള്ള ടിക്കറ്റ് ആണെങ്കിൽ അത് TTR എടുത്തപ്പോൾ മൂപ്പര് പറഞ്ഞു, എടാ മോനെ അപ്പൊ നാളെ. രാവിലെ ആയപ്പോ പല്ലും കൂടി തേക്കാതെ ചായ കുടിക്കട്ടെ. കാരണം എന്താ വെച്ചാല് രാത്രി ഇടക്കിടക്ക് ഉണരുന്നോണ്ട് പല്ല് വിചാരിച്ചിട്ടുണ്ടാവും ഞാൻ ഉറങ്ങിയില്ല. ഇയാളൊക്കെയാണ് ഈ ബൽഗണ്ട പുലകിതനായിട്ട് ഇങ്ങനെ ഫോൺ നോക്കണം, എന്തോ കാര്യമായിട്ട് കാണട്ടോ. ട്രെയിനിൽ ഭയങ്കര ഒച്ചുള്ളതുകൊണ്ട് എന്തായാലും ഒച്ചുള്ള വീഡിയോ എന്തായാലും അല്ല അയാൾ കാണുന്നത്. ചിലപ്പോ ഇനി ഒച്ച ഉണ്ടാകാത്ത വീഡിയോ ആവും കാണണേ. അയ്യ, നമ്മൾ അങ്ങനെ ഒന്നും ആലോചിക്കാൻ പാടില്ല, നല്ലത് മാത്രം ചിന്തിക്കുക. കുറച്ച് കഴിഞ്ഞപ്പോഴേ ട്രെയിനിക്ക് ഒരു കച്ചറ തള്ള വന്നിട്ടാ. എന്ത് പറഞ്ഞാലും കച്ചറ ഉണ്ടാക്കാനായിട്ട് നിൽക്കാണ് ആ തള്ള. മുപ്പത്തേരും എന്തോ പറഞ്ഞപ്പോ ഞാൻ അറിയാതെ ചിരിച്ചു പോയിട്ടാ. കോമഡി. അപ്പൊ ആ തള്ളക്ക് ഇഷ്ടപ്പെട്ടില്ല. അതിലൊരു കടലെടുത്ത് എറിഞ്ഞിട്ടാവും. ഞമ്മക്ക് പിന്നെ തിന്നാനുള്ള എന്ത് കിട്ടിയാലും ഞാൻ തൊള്ളയെ കിട്ടാണ്ട് ചിരിച്ചെടുത്തു. നമ്മളെ നാട്ടിലെ ഗുഡ്സും നായ്ക്കുറുക്കനൊക്കെ അല്ലേ, അതിലൊക്കെ കയറ്റി കൊണ്ടുള്ള സാധനങ്ങളൊക്കെ കയറ്റാണ്ടോ. ഇത് ജനറൽക്കൊക്കെ അവിടെ കയറ്റി വന്നാണ്. എന്നിട്ട് ഇങ്ങനെ ജിമ്മിനൊക്കെ പോകേണ്ടി വന്നിട്ടോ. മസിലൊക്കെ വീർപ്പിച്ചാണ്ട് ആളിരിക്കുന്നത്. നേരെ ഇങ്ങനെ മോന്തിയായി വന്നപ്പോഴേ അണ്ണൻ പരിപാടി തുടങ്ങിയിട്ടാ. പൊടിക്കലും ക്ലാപ്പ് അടിക്കാനൊക്കെ തുടങ്ങി. ഞാൻ ആദ്യം വിചാരിച്ചത് തൊള്ളേക്ക് മാത്രം ഇട്ടുള്ളൂ കേട്ടോ. അത് മൂക്കിന്റെ ഉള്ളിൽ അതാ കുറച്ചൊക്കെ കൊടുക്കും. വേറെ ഉള്ളടത്ത് ഇതേമാതിരി ഇനി പൊടി കൊണ്ടുപോയി തിരുകും ഒറ്റങ്ങള്. ട്രെയിനത്തെ ഫുഡ് കഴിച്ചിട്ടുണ്ടെങ്കിൽ 2 ദിവസം പള്ളന്റെ ഉള്ളിൽ ഫുള്ള് ഭൂകമ്പം സുനാമി ആവും എന്നൊക്കെ എനിക്കറിയാം. പക്ഷെ ഇപ്പൊ ഞാൻ ഈ ബിരിയാണി നിലനിൽപ്പിന് വേണ്ടിയാണ്. കാരണം ഈ ഫുഡും കൂടി കഴിച്ചില്ലെങ്കിൽ നാളെ ഞാൻ സെത്ത് പോകും. ഈ ബായി വടാപ്പാവ് എന്നുള്ളത് ഞാൻ ഈ കായില്ലാത്തോലെ ഇറച്ചി വെക്കണായിട്ട് ഇങ്ങനെ നോക്കി കഴിഞ്ഞിട്ടാ. ഓക്ക് എന്നെ കണ്ടപ്പോഴേ ഏതോ ഒരു അഭയാർത്ഥിന്റെ ലുക്കൊക്കെ തോന്നിയിട്ട് വന്നിട്ടോ എനിക്കൊരു വടാപ്പാണ്ട് വാങ്ങിയാണ്. പിന്നെ ഈ ഫ്രീ ആയിട്ട് കിട്ടുന്ന ഫുഡൊക്കെ നമ്മൾ ഈ വിളിക്കാത്ത കല്യാണത്തിന് പോയാണ്ട് ബിരിയാണി മന്തിയൊക്കെ അടിക്കൂല, അതേ ഫീലിലാണ് ഞാനാവും തിന്ന്. വടാപ്പാവൊക്കെ എന്റെ ഒരു ഫേവറേറ്റ് ആയി വരുന്നുണ്ട് കേട്ടോ. ഞാൻ ഇപ്പൊ ശരിക്കും ബംഗാളി ആയ. കുറച്ചേരം ഈ ഡാൻ ബ്രൗണിന്റെ ഏഞ്ചൽ ഡെമൻസ് ഒക്കെ ഒന്ന് വായിക്കാൻ വിചാരിച്ചിട്ട് എന്നാൽ ഒരു കിണ്ണ ഉറക്ക് കിട്ടാണ്ട് മോനെ. ഈ ബായി നല്ല കോമഡി വരുന്നുണ്ട്. പക്ഷെ എനിക്ക് ശരിക്കും ഇങ്ങോട്ട് കത്തായിട്ട് ചിരിക്കാൻ കഴിയില്ല. അതിന്റെ പുറമെ നല്ല വിടലും പൊട്ടിക്കുന്നുണ്ട്. എനിക്ക് മനസ്സിലായതാണ് ചൈനയിലുള്ള ഏതോ ബോട്ട് മറിഞ്ഞപ്പോ രക്ഷിച്ചി എന്നൊക്കെ ആള് പറയണത്. പക്ഷെ ചുറ്റോടിട്ടുള്ള പൊട്ടന്മാരെ സംശയമൊക്കെ ചോദിക്കുന്നുണ്ട് എങ്ങനെ പൊന്തിക്കാന്നൊക്കെ. കുറച്ച് കഴിഞ്ഞപ്പോഴേ ട്രെയിൻ ഏതോ ഗുഹന്റെ ഉള്ളിൽ കൂടെ പോകുമ്പോഴേ ഏതോ തലച്ചോട് നായിന്നോ പോയാണ്ട് ആ ചങ്ങല പോയി വലിച്ചു. ഓർക്ക് നല്ല ഫൈനും കിട്ടി. ഞാൻ ആദ്യമായിട്ട് കാണാൻ ട്രെയിൻ ഇങ്ങനെ ഒരു സ്ഥലത്ത് സ്റ്റോപ്പ് ആയിക്കണ്. 2 ദിവസത്തെ ട്രെയിൻ യാത്ര കഴിഞ്ഞപ്പോത്തിന് മുടിക്കൊക്കെ ജീവൻ വെച്ചേരിട്ട് അങ്ങോട്ട് പോകാന്ന് പറയുമ്പോ അങ്ങോട്ട് പോവാ നൂഡിൽസ് മാതിരിയായി. ഒരു മാസത്തിന് ശേഷം കോഴിക്കോട് ബ്ലോക്കിന്റെ നടുവിൽ വന്ന് ഇങ്ങനെ നിന്നപ്പോഴേ ഇവിടുത്തെ ബ്ലോക്കൊന്നും എനിക്ക് വലിയ ബ്ലോക്കായി തോന്നുന്നില്ല. കാരണം ഡൽഹിയിലെ ബ്ലോക്കിലൊക്കെ കുടുങ്ങിണ്ടായി മോനെ കരച്ചിൽ വന്നു പോകും. അങ്ങനെ ബസ് കയറിയപ്പോ ബസ്സിലാണെങ്കിൽ പൊല്ലന്തരക്ക്. ബാക്കിലൊരു കോഴിമുട്ടപ്പെട്ടി കണ്ടപ്പോ അയിമ ഇരുന്നിനി. ഞാൻ കോഴിമുടൊക്കെ വിരിഞ്ഞണോന്ന് പഠിച്ചോൻ കയറിയ. ഞാൻ കുറെ നേരം അയിമ തന്നെ ഇരുന്നിനി. ബസ്സത്തെ കിളി കട്ട ടൊവിനോ ഫാനാട്ടാ. അതിന്റെ ബനിയനോടൊന്നോ ഫ്രീ ടിപ്പ് ആളെടുത്ത് പോന്നാവുന്നുണ്ട്. ബസ്സിലാണെങ്കിൽ നല്ല ലജ്ജാവതിയെ പാട്ടൊക്കെ ഇട്ടുന്നുണ്ട്. എനിക്ക് നല്ല തുള്ളണമെന്നുണ്ട്. പക്ഷെ സ്റ്റാമിന ഇല്ലാത്തോണ്ട് അവിടെ എവിടെയും വീണുണ്ടെങ്കിൽ ആൾക്കാർ പറയും ചെക്കൻ കഞ്ചാവാണെന്ന്. പെരേന്ന് വിട്ടിക്കണ ഏതൊരാണും സ്വന്തം പെരേക്ക് വരുമ്പോ ഫസ്റ്റ് പോലെ നമ്മളെ സ്വന്തം ബാത്റൂം കട്ടാ. അതാണ്ട് കണ്ടു കഴിഞ്ഞാൽ നമ്മള് നാട്ടിലെത്തിയൊരു ഫീൽ. നിങ്ങളിപ്പോ കാണുന്നത് ഒരു ഡ്രീം കം ട്രൂ ആട്ടാ. കാരണം ഡൽഹിയിലുള്ള സമയത്ത് എന്റെ പെരന്റെ നേരെ മുമ്പിലുള്ള പാടത്തിന്റെ മുന്നിൽ കൂടെ ട്രൗസറും ബനിയനും ഇട്ടാണ്ട് പല്ലേക്കണ ഒരു സ്വപ്നം കണ്ടിനി. അതിപ്പോ ഏതായാലും യാഥാർത്ഥ്യമാകാണ്. അല്ലെങ്കിൽ ചിലവർക്ക് അങ്ങനെയാണ്, വലിയ വലിയ സ്വപ്നം ഒന്നും ഉണ്ടാവില്ല. ഇതേമാതിരി ഓരോ പിച്ചള സാധനം ഉണ്ടാവുള്ളൂ.